ഹായ് ഗൈസ്, നിങ്ങൾക്ക് വെറുതെ കളയാൻ ടൈം ഉണ്ടെങ്കിൽ മാത്രം കാണേണ്ടുന്ന ഒരു വീഡിയോ ഉണ്ട്. കാര്യം വെച്ചാൽ ഇത്തിരി ഉള്ളൊരു വിഷയത്തെ ഇത്ര ആക്കി വെച്ചേക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സംഭവം ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ സൈഡിലോട്ട് ഒരു പ്രൊഫൈൽ കൊടുക്കാം. സാറ ജോസഫ് എന്നാണ് ആ ഒരു പ്രൊഫൈല്. പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോ, ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ഒരു കമന്റ്, ഈ കമന്റിന് പുള്ളിക്കാരി കൊടുത്തേക്കുന്ന ഒരു റിയാക്ഷൻ, ആ റിയാക്ഷന് വന്നിരിക്കുന്ന മറ്റൊരു റിയാക്ഷൻ വീഡിയോ, ആ റിയാക്ഷന് പുള്ളിക്കാരി കൊടുക്കുന്ന അടുത്ത റിയാക്ഷൻ വീഡിയോ, അവസാനം ആകെ മൊത്തം ഇത്രയുള്ള വിഷയം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയിട്ട് ഇപ്പോൾ അതാണ്ട് പോലീസ് കേസ് കൊടുക്കുന്ന കാര്യത്തിലോട്ട് വരെ പോയേക്കുന്ന ഒരു വിഷയങ്ങളാണിത്. ആദ്യം തന്നെ പുള്ളിക്കാരിക്ക് ഈ ഒരു കമന്റ് വരികയും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ ഒക്കെ തുടക്കമാവുന്ന ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇന്ന് കടിച്ചു മുറിച്ചോണ്ടാണ് ഉച്ചയാഹാരം കഴിച്ചു തുടങ്ങിയത്. കഴിക്കുന്നതിന് മുമ്പ് ആമാശത്തിലേക്ക് സ്ഥലം ഒരുക്കണം. അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി എന്റെ ശരീരത്തിലുള്ള നെയ്യെല്ലാം മണ്ണിലേക്ക് ഉരുക്കി വിടുകയാണ്. അപ്പോഴത്തേക്ക് ചാച്ചൻ വരുന്ന കണ്ടോണ്ട് ഇനി രണ്ടു കൂടുതൽ ചാടി. പിന്നെ പോഞ്ഞിക്കറി ഇപ്പൊ എനിക്ക് കുടുംബ വീട് പോലെ ആയതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഒരു കണ്ണൂർ കോക്ടെയിലേക്ക് കൊണ്ടുവിടാ. പിന്നെ ഒരു സന്തോഷം, കോക്ടെയിൽ അണ്ടിപ്പരിപ്പ് കടിച്ചാന്ന് തോന്നുന്നു. മുത്തിങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അണ്ണാക്കിലേക്ക് തള്ളിയും വിട്ടിട്ടുണ്ട്. എനിക്കിതല്ല ചിന്ത, എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ. അവിടെ ഞാൻ നേരെ ഒരു വട്ടം വെച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതേ നടുക്കോട്ട് ഈ ചെമ്മീൻ ചേർന്ന് ഒഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ ചേച്ചി ഒഴിക്കുന്നു, അതെല്ലാം കൂട്ടി ഞാൻ അടിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഊട്ടി പോയപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഫുഡിലെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്റെ പെണ്ണടമായ ചോറില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് മൃഷ്ടാങ്കം ഞാൻ ഇവിടുന്ന് ചോറ് വാരി ഉണ്ണുന്നുണ്ടായിരുന്നു ഗൈസ്. ഈ ചേട്ടനാണെ പോകുന്നേ ഇല്ലായിരുന്നു. എനിക്കാണ് ഇഷ്ടംപോലെ ആഹാരം ഇങ്ങനെ തള്ളി എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ട് നീക്കി തരുന്നുണ്ടായിരുന്നു. ഇതേ പോഞ്ഞിക്കരയിൽ ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. നല്ല ബംബ്ലാസ്റ്റിക് മീനാണ്. പിന്നെ എപ്പോഴത്തേം പോലെ ബേസ് ഹാർഡായപ്പം നമ്മുടെ തൈരെടുത്ത് കറക്കി അങ്ങോട്ട് ഒഴിച്ചേച്ച് കൂട്ടി അടിക്കുകയാണ്. ഇനി അണ്ണാക്കോഴി ആമാശത്തിലേക്ക് ഇറങ്ങിപ്പോയി മുത്തെടുക്കണമെങ്കിൽ ഒരു കാന്ത പുറകെ ഇറക്കി വിടണമെന്നുള്ള സങ്കടത്തിലാണ് ഇത് കടിച്ചു പറിച്ച് കഴിക്കുന്നത്. ഈ വിഷമത്തിലും പിന്നെ ഇതൊക്കെ കാണാനും തിന്നാനും പറ്റുന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. അതിന്റെ ഇടയ്ക്ക് ആണ്ട്രാ ചാച്ചന്റെ ബോളിംഗ്. ഈയിടെയായിട്ട് ഇവന് ഇത് തീറ്റിപ്പണ്ടാരോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് മുള്ളിനെ ആത്മാവിനെ അടക്കം ഒരുമിച്ച് തിന്നുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇപ്പൊ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നെഞ്ചാംകുഴി കുരുങ്ങിന്ന് ചത്തേനെ ഞാൻ. പക്ഷെ അതിലൊന്നും നമ്മൾ തളരത്തില്ല രാമൻകുട്ടി. എന്താ നിങ്ങൾക്ക് അറിയാലോ, കാര്യം അന്നമാണ് എന്റെ ഉന്നം. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉന്നം. പിന്നെ എനിക്ക് ഈ മുരിങ്ങാക്കോലിനെ പറ്റി രണ്ടെണ്ണം പറയാറുണ്ട്. കാരണം വലിച്ചിട്ടും വരുന്നില്ല. വെള്ളത്തിൽ വേറെ റബ്ബർ പാല് ചോട്ടിൽ ഒഴിച്ച് വളർന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മീമുള്ളൊരു താട്ടി കാണിക്കുകയാണ്. ഇനി നമുക്ക് 5 സെക്കൻഡ് ചോറിനെ വന്നിട്ട് കപ്പ എടുക്കാം. കപ്പയോട് നല്ല കാന്താരി ഇട്ട മുളക് ചമ്മന്തി, അതുപോലെ തന്നെ നല്ല മീനിന്റെ പരിഞ്ഞിയിലും മത്തിമീന്റെ പരിഞ്ഞിയിലൊക്കെ എടുത്തിട്ട് കുഴച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ തിന്നു നോക്കും. ഈയോ സ്വർഗം മാമ. ഇത് നമുക്ക് സജസ്റ്റ് ചെയ്ത ഷാനുക്കൊക്കെ ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മത്തിയുടെ പരിഞ്ഞിലൊക്കെ തിന്നാൻ കിട്ടുന്നത്. താണ്ടർ അതിന്റെ ഇടയ്ക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ചേട്ടൻ കൊണ്ടുകൊണ്ട് തരുന്നുണ്ട്. നീ കൈസെല്ലാം അണ്ണാക്കിന്ന് ഡിസ്കോ ഡാൻസ് കളിച്ച് തൊണ്ടേ കുരുങ്ങി ചാവാതിരിക്കാനായിരിക്കും. താണ്ടർ അതിന്റെ ഇടയ്ക്ക് ഞാൻ ആത്മാവ് എടുത്ത മീനിന്റെ തല നിർവീര്യം ചെയ്യാൻ പോവാണ് ചാച്ചൻ. ഇത് കണ്ടോണ്ടിരുന്ന എന്റെ അകത്തേക്കൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചും കുടിച്ചും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കൂടെ സൈഡായിട്ട് തന്നെ അവിയലിനെ ഒറ്റ കൈ കൊണ്ട് ഒറ്റ കറക്കെടുത്ത് ഒറ്റ പിടി പിടിച്ചു. അപ്പോഴേക്കും ഞാൻ കാത്തിരുന്ന എന്റെ പായസം എത്തി ഗൈസ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു ദിവസം ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നുകൊണ്ട് ഞാൻ തീറ്റി നിർത്തും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഗൈസ്. പിന്നെ സ്പൂൺ കൊണ്ട് കഴിച്ചാൽ എന്റെ അകത്ത് എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തോണ്ടി കുടിക്കണം. അപ്പൊ ചാച്ചന്റെ അടുത്തൊന്ന് പേടിക്കേണ്ട, എന്റെ കൂടെ നീ കഴിച്ചോ, നീ ഇങ്ങനെ തിന്നു മുടിക്കണം. കാരണം എന്റെ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് തിന്നു മുടിക്കുന്ന ഒരു ഭാര്യയെ പോറ്റാനുള്ള യോഗം എനിക്കുണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞ ഗൈസ്. ഓക്കെ ബൈ. ചോദിക്കുന്നതോടൊന്നും തോന്നരുത്, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നത്? വയറ് വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണോ? അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ചിത്ര എസ് എന്ന് പറയുന്നൊരു പ്രൊഫൈലിൽ വന്നിരിക്കുന്ന കമന്റ് ആണ്. കാര്യം വീഡിയോസ് എല്ലാം നല്ലതാണെങ്കിലും കുറച്ച് ഓവറായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത്? എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറായി തുടങ്ങും ആൾക്കാർക്ക്. എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിപ്പോൾ കമന്റ് ബോക്സ് അല്ലേ, അഭിപ്രായം പറയാമല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുള്ളിക്കാരി അത്തരത്തിലൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ കമന്റിൽ അത്ര വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. വരുന്ന പോലത്തെ ഒരു നോർമൽ ഒരു കമന്റ്, ചില ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കമന്റ് തന്നെയാണ്. അപ്പൊ ഇതിന് പുള്ളിക്കാരി ഒരു റിപ്ലൈ, ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇനി അതുകൂടെ കാണാം. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പൊ ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ. ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇത്തിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? ഇല്ലേ ചേച്ചി? അപ്പൊ ഓക്കെ ബൈ. ഓക്കെ അങ്ങനെയല്ല, ഓക്കെ ബൈ ഗായ്സ്. പുള്ളിക്കാരിക്ക് മറ്റേ പുള്ളിക്കാരി ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഒരു കമന്റ് ഇടുന്നു. അത് സ്വാഭാവികമാണ്. ആ കമന്റിന് പുള്ളിക്കാരി മറ്റൊരു റിപ്ലൈ കൊടുക്കുന്നു. ഒരു ഫണ്ണി വേയിൽ പുള്ളിക്കാരി ആ ഒരു റിപ്ലൈ കൊടുക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ നോർമലി നടക്കുന്ന സംഭവങ്ങളല്ലേ. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി, ചിത്ര എന്ന് പറയുന്ന പുള്ളിക്കാരി അത്ര അട്ടർ നെഗറ്റീവ് ഭയങ്കര ഭീകര സംഭവങ്ങളൊന്നും ആ ഒരു കമന്റ് ഇട്ടിട്ടില്ല. ഒരു നോർമൽ ഒരു കമന്റ്, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കമന്റ്, പുള്ളിക്കാരി അത്തരത്തിലുള്ള റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നു. ഈ രണ്ട് വീഡിയോയ്ക്ക് നിലവിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. പുള്ളിക്കാരുടെ കമന്റ് ഇപ്പുറത്ത് നിന്നേക്കുന്ന ഈ സാധനങ്ങൾ, ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇങ്ങനത്തെ സാധനങ്ങൾ വരും. എന്തോരം തെറിവിളികൾ ആൾക്കാർക്ക് വരുന്നുണ്ട്, നമുക്കതിനെ ദൂരം വരാറുണ്ട്. അത്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അതിന്റെ ഏഴെങ്കിലും അയലത്ത് വരുമോ? ഇല്ല.
അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ ഈ ഒരു വീഡിയോ, റിയാക്ഷൻ വീഡിയോ വന്നതിന് ശേഷം ഈ ചിത്രം എന്ന് പറയുന്ന ലേഡിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അശ്വിൻ സുഗതൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അവനെതിരെ പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോയേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി ഷേമിംഗ് എന്ന് നിങ്ങൾ അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്നുള്ളത്. അപ്പൊ ഇനി അവന്റെ വീഡിയോ കൂടെ നമുക്ക് കാണാം. Guys know influencer Sarah Joseph. Actually, I were a supporter of her, but I started hating her. Only I realized one thing. പുള്ളിക്കാരത്തെയും കുറെ വൃത്തികെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. എടാ ഇവിടെ എവിടെടാ ബോഡി ഷേമിങ്? പുള്ളിക്കാരെ ഒരേ ഡ്രസ്സിലുള്ള കുറച്ച് വീഡിയോസ് ഇടുന്നു എന്നുള്ളതല്ലേ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. പുള്ളിക്കാരി ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡി ഇവരുടെ വീഡിയോക്കകത്ത് നടന്നു ഒരേ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരേ നീഷസിൽ വരുന്ന കുറെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് ബോർ അടിക്കുക എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി കമന്റ് ഇടുന്നു. ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് സാറ എന്ന് പറയുന്ന ഒരു ലേഡിക്ക് അവരുടെ കമന്റ് ബുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് അതിനകത്ത് ഇതേപോലുള്ള സെയിം പാറ്റേണിലുള്ള വീഡിയോസ് കാണുന്നു. അങ്ങനെ ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണോ എനിക്കും കമന്റ് ഇട്ടത് എന്ന് അയാൾ തിരിച്ചു ചോദിച്ചതും നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നം ഇടുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് എവിടെ ബോഡി ഷേമിങ്? വീഡിയോ പുള്ളിക്കാരത്തിന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തെ നെഗറ്റീവ് കമന്റ് ആണെന്ന് വാദിക്കുന്ന ഒരു കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ടേൺ ആൻഡ് ക്രോസ് മില്യൺ വ്യൂവേഴ്സ്. ഓൺലി ഷീ നോ ദാറ്റ് ആ കമന്റ് ഇട്ട വ്യക്തിനെ ഈസി ആയിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വലിച്ചു കയറി ബോഡി ഷേമിംഗ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താല് ഷീ വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ ആൻഡ് ഷീ ക്യാൻ എന്റർടൈൻ പീപ്പിൾ. ഐ വാണ്ട് ടു ആസ്ക് വൺ. എടാ ഇത് സോഷ്യൽ മീഡിയ കണ്ടാ അവരെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ പ്രൊഫൈൽ ഒരു 184 സംതിങ് K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു പ്രൊഫൈലാണ് ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡിയുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ പുള്ളിക്കാരി അത്രയും ഒരു ഫോളോവേഴ്സ് കൗണ്ട് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു കമന്റ് വന്നതായിരിക്കാം പുള്ളിക്കാരിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ ആണ്. നെഗറ്റീവ് കമന്റ്സ് വരും, അതിന് റിപ്ലൈ ആയിട്ട് റിയാക്ഷൻ വീഡിയോസും വന്നേക്കാം. അപ്പോൾ ആൾക്കാർ പ്രൊഫൈൽ സൈഡ് എടുത്ത് വെച്ച് കാണിച്ചു തന്നേക്കാം. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ഓക്കെ, എക്സ്ട്രീം ലെവൽ ഇവർ ഈ പറയുന്ന പോലെ ബോഡി ഷേമിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കണ്ടിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ് തോന്നിയത്? സാറ ജോസഫ് ദാർ, നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? ഇതുവരെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും വന്നിട്ടില്ല. ഫോർ മീ ഐ നോ ദാറ്റ് ലൈക്ക് നമ്മളൊരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള റിയൽ നെഗറ്റീവ് കമന്റ്സും സ്ലട്ട് ഷേമിങ്ങും ബോഡി ഷേമിങ്ങും ഒക്കെ നമ്മുടെ നേർക്ക് വരും. Of course, you faced, I think, definitely, if you are influencer, definitely നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കമന്റുകൾക്ക്, അത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകൾ പലതും നിങ്ങളുടെ ഐഡിയയിൽ വരുമ്പോഴും why you choose this? Because you know that, right? സ്റ്റിഗ്മ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഫിസിക്കുള്ള ഒരു സ്ത്രീ അല്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തത്. നിങ്ങൾ അവരെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ you will get more attention by 4 people, right? Yeah, you get that. It's very normal and common inside our society that ഏതൊരു മനുഷ്യനെ എന്തെങ്കിലും അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കിനെ, അവരുടെ കളറിനെ, അവരുടെ ജെൻഡറിനെ, അവരുടെ ഒരു രീതിനെ, അവരുടെ മാനറിസത്തിനെ ഒക്കെ പറഞ്ഞ് തിരിച്ച് കളിയാക്കാതെ ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു റെസ്പോണ്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല? ആക്ച്വലി അത് നിങ്ങളുടെ പോരായ്മയാണോ വൈകല്യമാണോ? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് കോമൺ ഇൻസൈഡ് അവർ സൊസൈറ്റി ദാറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി എന്തെങ്കിലും രീതിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റോ ഒരു തെറി പറയാത്ത അല്ലെങ്കിൽ വൃത്തികേടില്ലാത്ത ഒരു ഒപ്പീനിയൻ പോലും പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ലട്ട് ഷേമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ഷേമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കളർ ഷേമിംഗ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മാനറിസംസ് എങ്കിലും എടുത്തിട്ട് വേറെ രീതിക്ക് പോർട്രേറ്റ് ചെയ്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവണത. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ബിക്കമിംഗ് ദിസ് മച്ച് ചീപ്പ്. അവർക്ക് തിരിച്ച് പറയാനായിട്ട് കാര്യങ്ങൾ ഇല്ലായിരുന്നിട്ടാണോ? വൈ ഡോണ്ട് സാറ ജോസഫ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് why don't she say and why don't she think like ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അത്തരത്തിലുള്ള സ്ലട്ട് ഷേമിങ്ങും തെറിയും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക്, ബട്ട് ഈ കമന്റിനകത്ത് അത്തരത്തിലുള്ള ഒരു വൃത്തികേടും ഇല്ല. ഷീ ഈസ് ഓൺലി ആസ്കിങ് അബൌട്ട് മൈ കോണ്ടന്റ്സ് അല്ലേ? ഈ പേഴ്സണാലിറ്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് ഐ ന്യൂ ദാറ്റ്. You made it right. What the confidence? And you have a man, right? എല്ലാ കമന്റിന്റെ താഴെ റിയാക്ട് ചെയ്യുന്നത്. എന്റെ ഭാര്യനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. Then hold your ഭാര്യ and live with her. ഒരാളിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ബോഡി ഷേമിംഗ് ചെയ്യാനായിട്ട് വലിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് what the satisfaction which you get, guys? It was a plan, right? You know that. Like I said. എടാ ഇത്രയുള്ളൊരു വിഷയം അവർ ഊതിപ്പെരിപ്പിച്ച് ഇത്രയാക്കി. ഇതിനകത്തെ യവൻ പറയുന്ന പോലെ
ഇപ്പോൾ സാറ പുള്ളിക്കാരി ഇപ്പം ഞാനിവിടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കമന്റ് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ഒന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാര്യം എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് ഉദ്ദേശിച്ച ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഇവരുടെ വീഡിയോ കുറച്ച് ഓവർ ആവുന്നില്ലേ എന്നുള്ളൊരു സാധനം വരും. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിലേക്ക് ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഓവർ ആണെന്നോ എന്നൊരു മൈൻഡ് സെറ്റ് ഇപ്പോൾ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ സാറയ്ക്ക് പുള്ളിക്കാരിക്ക് തോന്നിക്കാം. ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു രീതിയിൽ പറഞ്ഞേക്കുന്ന ഒരു സംഭവം പുള്ളിക്കാരി അതെടുത്ത് വെച്ചിട്ട് ആ ഒരു കമന്റിനെ ഒരു കണ്ടന്റ് ആക്കി മാറ്റി. അതിനകത്തുനിന്ന് കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് വന്നു. അപ്പം ആ രീതിയിലൂടെ ഒരു കണ്ടന്റ് പുള്ളിക്കാരി അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് അത്ര വലിയ മീൻസ് പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു, ഇപ്പൊ അതിനൊരു റിപ്ലൈയോ കാര്യങ്ങളൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമന്റ് ഇടാൻ പോകാണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഇടുന്ന അല്ലെങ്കിൽ ഇപ്പം സാറേ ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് മാത്രമേ കമന്റ് വരൂ, ഓവർ ആണെന്ന് ആരും പറയില്ല എന്നുള്ളൊരു വിചാരം സാറയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള റിയാക്ഷൻസ് ഈ രീതിയിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പാടുള്ളൂ എന്നുള്ളത് കമന്റ് ഇടുന്ന ആളും വിചാരിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഈ കമന്റ് ഇട്ടേക്കുന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോഴത്തേക്കിന് ആ ഒരു ലേഡിയുടെ പ്രൊഫൈൽ ഞാനിവിടെ കൊടുക്കാം. 184K ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊഫൈലാണ്. ഈ പുള്ളിക്കാരിക്ക് ഇത്തരത്തിൽ പ്രശ്നം മീൻസ് ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വരുന്നില്ല. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ എന്ന് പറയുമ്പോൾ എനിക്കിത് കണ്ടിട്ട് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അത്രയുണ്ടോ? അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പിന്നെ ഓരോരുത്തരെയും അവരുടെ വ്യക്തികൾക്കനുസരിച്ചായിരിക്കും ഓരോ ഇഷ്യൂസ് ഇത്ര വലുതാണ് എത്ര ഭീകരമാണെന്നുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്കത് അളക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് എന്താണെങ്കിലും ചിത്ര പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്ന് പറഞ്ഞ്. ഇതേ ഇവന്റെ വീഡിയോയ്ക്ക് തന്നെ സാറ ജോസഫ് കമന്റ് ഇട്ടിട്ടുണ്ട്, വൗ ട്രൂ വേർഡ്സ് ബ്രോ. അല്ലെങ്കിലും സാറ ജോസഫിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, ലെവൽ സെഡ് എന്നും പറഞ്ഞിട്ട് അതൊരു ഫണ്ണി രീതിയിലാണ് സാറ അതിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ ആ രീതിയിൽ സാറ എടുത്ത് വിട്ടേക്കുന്ന ഒരു സാധനമായിരുന്നേ, ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ. ഇനി സാറ് ഇതിനെ കുറച്ച് ഇമോഷണൽ ട്രാക്കിലോട്ട് കടത്തി വെച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കിനി അത് കാണാം. ഉണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ച് അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടംപോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വേറെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അരിഞ്ഞു തീരത്തേ ഉള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വല്ല മനുഷ്യർ അത്രേ ഉള്ളൂ. ഈ ചിത്ര ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. സാറ ജോസഫ്, ആർ യു സീരിയസ്? ഞാനൊരു പെൺകുട്ടിയാണെന്ന് ചിന്തിച്ചില്ല, ഇങ്ങനൊരു കമന്റ് ഇട്ടപ്പോഴത്തേക്കും ആലോചിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്റെ പൊന്ന് സാറ ജോസഫ്, അത് നിങ്ങളെ മാനസികമായിട്ട് ഇല്ലാണ്ടാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കമന്റോ കാര്യങ്ങളൊന്നും അല്ല. അവരവരുടെ ഒരു അഭിപ്രായമല്ലേ വന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളെ ഓവറായി തോന്നി എന്നുള്ള അവരൊരു സാധനം വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ആക്കി കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാം. പിന്നെ ഒരു ക്രിയേറ്റർ മീൻസ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു. 2 സൈഡ് നമ്മൾ പറയണമല്ലോ. ഓക്കെ, അപ്പം പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ട് ആദ്യം ഇതിനെ ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെ എടുത്തിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു ഇമോഷണൽ ട്രാക്കിലാണ് നേരെ ഒരു സാധനം ഇടിക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയല്ലേ, എന്ത് വിക്ടിം കാർഡ് ഇറക്കുന്ന, അത് പാടില്ല. അങ്ങനെ വിക്ടിം കാർഡ് ഇറക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇവിടെ വേണ്ട. നോർമലുള്ള കാര്യം വരുന്നത് ഫണ്ണി ആയിട്ട് സാറ ജോസഫ് ആണ് അവന്റെ വീഡിയോ വന്നപ്പോഴാണെങ്കിൽ ആ രീതിയിൽ എടുത്തു. പിന്നീട് ഇങ്ങനെ വന്നിട്ട് ഒരു ഇമോഷണൽ ട്രാക്കിന്റെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇട്ടു, അങ്ങനെ ഒരു വീഡിയോ ഇട്ടു, അവരിങ്ങോട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ റിമൂവ് ആക്കി കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അവർ കമന്റ് ഇട്ടപ്പോൾ ആലോചന ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ അവർക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ അവർക്കുണ്ടായേക്കാൻ, അത് നമുക്ക് അത് അളക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പം എന്താണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. ഇപ്പം നിങ്ങളെ പറയുന്നത് അത്ര വലിയ ഭയങ്കര സംഭവ കാര്യങ്ങളൊന്നും അല്ല അവരിട്ടേക്കുന്ന ആ ഒരു കമന്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വീഡിയോ റിമൂവ് ആക്കി കൊടുക്കുക കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്തില്ല, അതും നിങ്ങളുടെ ചോയ്സാണ്. അവരിട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു റിയാക്ഷൻ കൊടുത്തത്. അപ്പം നിങ്ങൾക്കത് ഇടാം, ഇടാതിരിക്കാം, റിമൂവ് ആക്കുക ഒക്കെ നിങ്ങളുടെ ചോയ്സാണ് എന്ന് കരുതിയിട്ട് പിന്നീട് ഇപ്പുറത്ത് വന്നിട്ട് ഞാനൊരു പെൺകുട്ടിയാണെന്ന് അവർ ആലോചിക്കണ്ടേ, എനിക്കിങ്ങനെ ഇട്ടല്ലോ, അത് വേണ്ട. വിക്ടിം കാർഡിന്റെ പരിപാടി ഇത് നമുക്ക് വേണ്ട. പിന്നെ നിങ്ങൾ ഇത് ബിഗ് ബോസിൽ പോകാനുള്ള പരിപാടിയാണ്. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ പുറത്തിരുന്ന് ബിഗ് ബോസ് കളിക്കുന്ന അശ്വിൻ സുഗതൻ, അവൻ നോക്കിക്കോ, ഏതെങ്കിലും ഒരു ബിഗ് ബോസിൽ അവനെ കാണാൻ പറ്റും. ഈ പോകാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ.
പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു അപ്പൊ സാറ പറയുന്നൊരു കാര്യം, ഒരാൾക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഓവറായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു വീഡിയോയിൽ പബ്ലിക്കായിട്ട് തുറന്നു വെച്ചേക്കുന്ന കമന്റ് ബോക്സിൽ പറയാൻ പാടില്ല. നല്ലതാണെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ പേഴ്സണലി വന്ന് പറയണം എന്നുള്ളതാണോ സാറാ ജോസഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടാനുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയാം, ചിലർക്ക് അത് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്നെ റിപ്ലൈ ചെയ്യും. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സാറാ നിങ്ങൾ അങ്ങനെ ഒരു റിയാക്ഷൻ ഇട്ടത് ഒരു തെറ്റൊന്നുമല്ല. നിങ്ങളുടെ ഭാഗത്തും കുഴപ്പമില്ല, അവരുടെ ഭാഗത്തും കുഴപ്പമില്ല. ഇവിടെ ആരുടെ ഭാഗത്ത് നിങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ കണ്ടിട്ട് പ്രശ്നമായിട്ട് തോന്നില്ല. ഈ ഒരു സാധനത്തെ നിങ്ങൾ ഊതിപ്പെരിപ്പിച്ചിട്ട് നിങ്ങൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ചിത്ര പുള്ളിക്കാരി അവരുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കമന്റിന്റെ പേരിൽ ഇത്രയും വലിയ വിഷയം. ഒട്ടുമേ എന്നെ പറ്റുന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിർത്താം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഒരു ജീവിതം നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മളെ കൊണ്ട് ആവുന്നത് അതേ ഉള്ളൂ. നമുക്ക് സുഖമാണ്, ആരും കാണാത്ത ഒരു റൂമിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിടാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് എന്തോ ഒരു ഹേർട്ട് ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കണ്ടന്റിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിത്ര ചേച്ചി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിരന്ന് വാങ്ങിയത്. കാരണം എനിക്ക് അത്രമേൽ വിഷമം വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തിരിക്കുന്ന ഈ മാന്യൻ പണ്ട് തൊപ്പിയെ കണ്ടപ്പോ, തൊപ്പി എന്തോ ഒരു ഇനാഗ്രേഷന് പോയപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമിൽ പോയി കെട്ടിപ്പിടിച്ച് തൊപ്പിയുടെ ഫോട്ടോ എടുത്ത വ്യക്തി ഈ റീസെന്റ് തൊപ്പിക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പം തൊപ്പിയെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുക. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരം മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടെ കുറെ പോരായ്മകളുണ്ട്. എനിക്കും പോരായ്മകളുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും പോരായ്മകളുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്കൊരു ജീവിതമുള്ളൂ. മറ്റുള്ളവർക്ക് ബാധ്യമാവാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ബൈ. ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അടുത്തൊരു സ്റ്റോറി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, കേസ് കൊടുത്തു എന്നും പറഞ്ഞുണ്ട്. നമുക്കിനി അതുകൂടെ ഒന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ കാക്കനാടുള്ള സൈബർ സെല്ലിലും അതുപോലെ തന്നെ സ്റ്റേഷനിലും പോവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അശ്വിൻ സുഗതന്റെ ഒരു വീഡിയോയുടെ കാര്യം. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ അത് എനിക്ക് സംഭവിച്ചു, നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇവരെ പോലെയുള്ള കുറച്ച് സപ്പോർട്ടർമാര് ബാക്കിയുള്ളവരെ കണ്ടന്റ് എടുത്തിട്ട് പറഞ്ഞോട്ടെ, നമുക്കത് പ്രശ്നമില്ല. പക്ഷെ ഒരാളുടെ നേരത്തെയും മാനർസത്തെയൊക്കെ വെച്ച് പറയുമ്പോൾ അത് ഭയങ്കര വലിയ തെറ്റാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈവൻ നമുക്ക് ജാതി പോലും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം നമ്മൾ അത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോഴെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പിള്ളേരൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ ഒരു സമൂഹത്തിലോട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് എത്തിച്ച ആളെ എനിക്ക് ഒരു രീതിയിലും വെറുതെ വിടാൻ പറ്റില്ല. എന്റെ അമ്മ വരെ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ പോട്ടെ സാരമില്ല എന്നുള്ള. പക്ഷെ എന്നെ പറ്റി ഇങ്ങനെ ഫേക്ക് ന്യൂസ്, അദ്ദേഹത്തിന്റെ വീഡിയോ 1 മില്യൺ അടുത്ത ആൾക്കാർ ഇപ്പം എന്റെ ആ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പം ഒരിക്കലും എനിക്കത് വെച്ച് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ആ വീഡിയോ പല ആളുകളും 100 കൂടുതൽ ആളുകൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ മെയിൻ റീസൺ ആൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാണ്. അതിൽ ഒരു കാര്യം പോലും ഞാൻ എന്റെ എവിടെയും ഒരു വീഡിയോയിലും ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാനരസത്തെ, ഒരു പെൺകുട്ടിയുടെ മാനരസത്തെ ചോദ്യം ചെയ്യത്തക്ക വിധം ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ വരുത്തി തീർത്തിരിക്കുന്ന ഈ വീഡിയോ. അപ്പം നമുക്ക് അതിനെന്തായാലും മുന്നോട്ട് കേസായിട്ട് പോകണം. ഇപ്പൊ ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ കാര്യം, ഏതെങ്കിലും ആൾക്കാരുടെ വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഉള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പം ഈ അശ്വിൻ സുഗതന്റെ നേരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പോലെ നിങ്ങൾക്ക് വരും. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ബാക്കിയുള്ള സൈബറിൽ പോയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളും ഇതിന്റെ അകത്തൊരു ഭാഗമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. ആദ്യം അശ്വിൻ സുഗതൻ ഇവരെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിലും സാറയ്ക്ക് ഇത്തിരി അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ ഒരു സർക്കാസം രീതിയിൽ അവിടെ കമന്റ് ഇട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാണ്ടായി പോയതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ വീണ്ടും ആ ഒരു വീഡിയോ കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് വന്ന ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കാം ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചതായിരിക്കും ഇങ്ങനെ ഒരു കേസ് കൊടുത്തത്. ആ ഒരു വീഡിയോ നിങ്ങളുടെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ അവിടെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല. ഇവിടെ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു കമന്റിനകത്താണെങ്കിലും ഈ പറയുന്നതക്കത്തിലുള്ള പ്രശ്നങ്ങൾ അവരവരുടെ അഭിപ്രായമാണ് വന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തെ എങ്ങും പോരാത്ത ബോഡി ഷെയിമിങ്ങും മറ്റേത് കളർ ഷെയിമിങ് അത് ഇതെന്നും പറഞ്ഞിട്ട് വലിയൊരു ഡയമെൻഷന് കൊണ്ടെത്തിച്ചേക്കുന്ന അശ്വിൻ സുഗതനാണ്. ഓക്കെ, ഞാൻ ആലോചിക്കുന്നത് അശ്വിൻ സുഗതൻ ഇതുപോലത്തെ കണ്ടന്റുകൾ നോർമൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻ കുറെ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മയത്തിലൊക്കെ ഇത് എവിടാ പറഞ്ഞു കേട്ടുന്നേ, അങ്ങ് കൊണ്ടുപോയി. അപ്പൊ ഇതിന്റെ പേരിൽ കേസൊക്കെ ആയിട്ട് നിങ്ങൾ ഇത്രയും വിഷയങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. കുറച്ച് വീഡിയോ ഒക്കെ വെച്ചിട്ട് വലിഞ്ഞു പോയി. ഇത്രയും സംഭവങ്ങൾ വീഡിയോ ആഡ് ചെയ്യേണ്ട ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിഞ്ഞു പോയത്. അപ്പം ഈ സംഭവമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം പറയാനുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് പോയിട്ട് ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിപ്പെടുമ്പോഴത്തേക്കിന് പോലീസുകാർക്ക് തന്നെ ഇത് ഇത്രയും കേട്ടിട്ട് അവരുടെ ചെവിക്കട മൂക്കിക്കടം പുക വരും. ഈ നേഴ്സറി പിള്ളേരെക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള ഒരു കേസാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ചെവിത്തേരടിക്കും. ഇത്തിരി ഇല്ലാത്തൊരു കമന്റ്, ഇത്തിരി ഇല്ലാത്തതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ, ഇത് രണ്ടിലും പെടാതെ ഇപ്പം അശ്വിൻ സുഗതൻ വന്നിട്ട് ഇത് വലിയൊരു സംഭവമാക്കി വെച്ചേക്കാണ്.
ഓക്കെ, ഇത് കഴിഞ്ഞ് അശ്വിൻ സുഖ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഈ സ്റ്റോറിക്ക്. അതായത് അതിനകത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരി സാറ ചിത്ര ചേച്ചീനെ ആണെങ്കിൽ ബോഡി ഷെയിം ചെയ്യാനെ കൊണ്ട് ആൾക്കാരോട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കമന്റ് ബോക്സിൽ ആൾക്കാർ ഇത്തരത്തിലുള്ള ബോഡി ഷെയിം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിനെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുന്ന ആൾക്കാരെയല്ലേ പോയി പറയേണ്ടുന്നത്. അതിന് സാറ ജോസഫ് എന്ത് വിചാരിച്ചു? ഇപ്പം ചിത്ര ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് അതിനകത്ത് തന്നെ കമന്റിൽ റിപ്ലൈ ആയിട്ട് കുറച്ച് സംഭവങ്ങൾ പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പുള്ളിക്കാരി റിലേറ്റ് ആക്കി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇത് എക്സ്ട്രീം ലെവലിൽ പോയേക്കുന്ന സംഭവം അല്ലല്ലോ ഇത്. ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.